നമ്മൾ 1-on-1 സെഷൻസ് ഇരുന്ന സമയത്ത് ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ബിസിനസ് ഓണേഴ്സ് പറയാറുണ്ട്. ചില ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നല്ല പെർഫോമിംഗ് ആയിരിക്കും, പക്ഷേ ഓർഗനൈസേഷൻ വന്നതിന് ശേഷം പെർഫോമൻസ് അത്ര പോരാ. അപ്പോൾ ശരിക്കും അത് എന്താണ് ശരിക്കും അവിടുത്തെ പ്രശ്നം? ഹയറിങ്ങിൻ്റെ പ്രശ്നമാണോ? വാട്ട് ഇസ് ദ റിയൽ പ്രോബ്ലം അവിടെ? റൈറ്റ്. അതായത് പലപ്പോഴും എംപ്ലോയീസൊക്കെ തന്നെ ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യും. അവർ ഓർഗനൈസേഷനുള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, ഓണർ എക്സ്പെക്ട് ചെയ്യുന്ന രൂപത്തിലോട്ട് അവർ പെർഫോം ചെയ്യുന്നില്ല. പലപ്പോഴും വിഷയം ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നല്ല ആൾക്കാരെ കൊണ്ടുവരാനുള്ള ഹയറിംഗ് സിസ്റ്റം വേണ്ടതുണ്ട്. പക്ഷെ ഇൻ്റർവ്യൂ നന്നായിട്ട് ചെയ്തു എന്നതുകൊണ്ട് മാത്രം എന്താവില്ല, ആളുകൾ പെർഫോം ചെയ്യണമെന്നില്ല. പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താവണം, കുറച്ച് കാര്യങ്ങൾ ഈ ഓർഗനൈസേഷനിൽ ഉണ്ടാവണം. ഒന്ന്, എല്ലാവർക്കും കൃത്യമായിട്ടുള്ള റോൾ ക്ലാരിറ്റി ഉണ്ടാവണം. റൈറ്റ്. രണ്ടാമത്തത്, ഓരോരുത്തരും എന്ത് ഔട്ട്കമാണ് കൊണ്ടുവരേണ്ടത്, എന്ത് റിസൾട്ടാണ് ഓരോരുത്തരും കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ഓരോരുത്തർക്കും അവരുടെ മേഖലയിൽ അക്കൗണ്ടബിലിറ്റി കൃത്യമായിട്ട് ഉണ്ടാവണം. അപ്പം അങ്ങനെയുള്ളൊരു മെക്കാനിസം ഇല്ലാതെ നമുക്ക് നല്ല ആൾക്കാരെ കൊണ്ടുവന്നു എന്നതുകൊണ്ട് മാത്രം ആൾക്കാർ പെർഫോം ചെയ്യണമെന്നില്ല. അവർക്ക് പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നൊരു സംഗതി കൂടിയുണ്ട്. ഇവിടെ വന്നതിന് ശേഷം പെർഫോം ചെയ്തില്ല. എന്നിട്ട് പലപ്പോഴും ഞാൻ തന്നെ ഒരു 1-to-1 ഒരു ബിസിനസ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ആൾ പറഞ്ഞു, നമ്മുടെ ബിസിനസ്സിൽ ഈ പുറത്തുനിന്ന് കൊണ്ട് ആൾക്കാർ സെറ്റ് ആവില്ല, അത് നമുക്ക് ശരിയാവില്ല. കാരണം ആൾ ആ ഒരു കൺക്ലൂഷനിലെത്തി. കാരണം ആള് ചെയ്യേണ്ട പണി ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളൊരു HR സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യാതെ എന്താണ് ഇത് ആളുടെ പ്രശ്നമായിട്ട് മാറാണ്. ഈ പലപ്പോഴും ആൾക്കാർ പെർഫോം ചെയ്യാത്തത് ആൾക്കാരെ കുറ്റമല്ല, അതൊരു ഡിസൈൻ ഇഷ്യൂ ആണ്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി ബിസിനസ് ഓണർക്ക് ഉണ്ടാവണം.